ഹലോ, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ റെസിപ്പി ഒരു വാഞ്ചോ കേക്കാണ്. മിക്സി ഉപയോഗിച്ചിട്ടും അതുപോലെ ഫ്രൈ പാനിലാണ് ഈ ഒരു കേക്ക് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത്. നല്ല സോഫ്റ്റ് അതുപോലെ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കേക്കാണിത്. ഈ ഒരു കേക്കിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ 2 സ്പോഞ്ച് കേക്ക് ഇതിന് വേണം. ഒന്ന് ചോക്ലേറ്റ് സ്പോഞ്ചും പിന്നെ വാനില സ്പോഞ്ച് കേക്കും. നമുക്ക് കേക്ക് ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. ആദ്യം തന്നെ ഞാൻ മിക്സിയിലാണ് ഈ കേക്ക് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് ഞാൻ 4 കോഴിമുട്ട പൊട്ടിച്ച് വയ്ക്കുന്നുണ്ട്. ഒട്ടും തണുപ്പില്ലാത്ത കോഴിമുട്ട വേണം എടുക്കാൻ. പിന്നെ മിക്സിയുടെ ജാറിലാണെങ്കിലും ഒട്ടും വെള്ളത്തിൻ്റെ ഒരു അംശം പോലും ഉണ്ടാവാൻ പാടില്ല. ഇതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. മുട്ട നല്ലോണം പതഞ്ഞ് വന്നിട്ടുണ്ട്. ഇതിലേക്ക് 1/4 കപ്പ് പൊടിച്ച പഞ്ചസാര ചേർത്തിട്ട് നല്ലോണം ഫ്ലഫി ആവുന്നവരെ ഒന്നുകൂടി ഒന്ന് അടിച്ചെടുക്കുക. നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതൊരു ബൗളിലോട്ട് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഞാൻ ഇതിലേക്കുള്ള ഫ്ലോർ എടുത്തിട്ടുണ്ട്. 1 കപ്പ് മൈദ ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 1/4 ടീസ്പൂൺ ഉപ്പ്, ഇതെല്ലാം കൂടി ചേർത്തിട്ട് നല്ലോണം ഒന്ന് ആദ്യം മിക്സ് ചെയ്തെടുക്കുക. അതിന് ശേഷം ഒരു അരിപ്പയിലൂടെ 2-3 പ്രാവശ്യമെങ്കിലും ഒന്ന് അരിച്ചെടുക്കുക. ഇങ്ങനെ അരിച്ചെടുക്കുന്നത് മിക്സ് ചെയ്യുന്നത് എല്ലാം മിക്സിങ് ഒരുപോലെ എല്ലാ ഭാഗത്തും എത്തിച്ചേരാനാണ്. ബേക്കിംഗ് സോഡ, ഉപ്പ് അതൊക്കെ എല്ലാ ഭാഗത്തും എത്താൻ വേണ്ടിയിട്ടാണ്. ഇനി നമ്മുടെ ഈ ബാറ്ററിലേക്ക് നമ്മുടെ ഈ ഫ്ലോറെല്ലാം കുറേശ്ശെ ചേർത്തിട്ടൊന്ന് ഫോൾഡ് ചെയ്തെടുക്കുക സ്പാച്ചിൽ വെച്ചിട്ട്. 2-3 ബാച്ചാക്കിയിട്ട് വേണം ഫ്ലോർ ഇട്ട് കൊടുക്കാനായിട്ട്. ഇതിലേക്ക് 1/2 കപ്പ് സൺഫ്ലവർ ഓയിൽ കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഈ ഓയിൽ ഇതിലൊന്ന് മിക്സ് ആവുന്ന രീതിയിൽ സ്പാച്ചിൽ വെച്ചിട്ട് മെല്ലെ ഫോൾഡ് ചെയ്ത് എടുക്കുക. 2 കേക്കാണ് നമ്മൾ ഈ ഒരു ബാറ്റർ വെച്ചിട്ട് തയ്യാറാക്കുന്നത്. ഒരേ ഈക്വലായിട്ട് 2 ബൗളിലോട്ട് മാറ്റി കൊടുക്കുക നമ്മുടെ ബാറ്റർ. അതിൽ 1 ബൗളിലോട്ട് 2 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡറും കൂടി ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇത് റെഡി ആയിട്ടുണ്ട്. ചോക്ലേറ്റ് കേക്കിനുള്ള ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി അതിലേക്ക് 2 ടേബിൾ സ്പൂൺ പാൽപ്പൊടി ചേർത്ത് കൊടുക്കുക. വാനില സ്പോഞ്ചിന് വേണ്ടിയിട്ടാണ് ഇട്ടത്. ഇതും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. കൂടെ ആ ബെല്ലൈക്കണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. എന്നാൽ മാത്രമേ ഞാൻ ഇടുന്ന എല്ലാ വീഡിയോസും നിങ്ങളുടെ ഫോണിലോട്ട് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുള്ളൂ. ഈ വാനില സ്പോഞ്ചിന് വേണ്ടിയിട്ട് ഞാൻ ബാറ്റർ 2 ഗ്ലാസ്സിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഫ്രൈ പാനിലാണ് ഞാൻ കേക്ക് ഉണ്ടാക്കിയെടുക്കുന്നത്. ആദ്യം തന്നെ ചൂടായതിന് ശേഷം ഓയിൽ സ്പ്രെഡ് ചെയ്യുക. അപ്പോൾ നമ്മുടെ കേക്ക് കൂടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിതിലോട്ടുള്ള ക്രീം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം. ബീറ്ററിൻ്റെ ബ്ലേഡും അതുപോലെ ബൗളും ഞാൻ ഫ്രീസറിൽ വെച്ച് നന്നായിട്ട് തണുപ്പിച്ചെടുത്തതാണ്. 1 കപ്പ് വിപ്പിംഗ് ക്രീമും 1 ടീസ്പൂൺ വാനില എസൻസും ആവശ്യത്തിന് ഷുഗർ പൗഡറും കൂടി ചേർത്തിട്ട് സ്റ്റിഫ് ആവുന്ന വരെ ബീറ്റ് ചെയ്തെടുക്കുക. നമ്മുടെ ക്രീം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചോക്ലേറ്റ് കേക്കിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം കുറച്ച് വിപ്പിംഗ് ക്രീം ഒരു ബൗളിലോട്ട് മാറ്റിയിട്ട് അതിലേക്ക് ഡാർക്ക് ചോക്ലേറ്റ് മെൽറ്റാക്കിയിട്ട് മിക്സ് ചെയ്തെടുത്തതാണ്. ഈ കേക്ക് ബോർഡിന്മേൽ കുറച്ച് ക്രീം ആക്കി കൊടുക്കുക. അതിന് ശേഷം അതിൻ്റെ മുകളിലായിട്ട് ഫസ്റ്റ് ലെയർ വാനില സ്പോഞ്ച് വെച്ച് കൊടുക്കുന്നുണ്ട്. 4 ലെയറായിട്ട് മൊത്തത്തിലുള്ളത്. 2 വാനില സ്പോഞ്ചും 2 ചോക്ലേറ്റിൻ്റെ ലെയറും. ഇത് ഷുഗർ സിറപ്പ് വെച്ചിട്ട് നല്ലോണം ഒന്ന് വെറ്റാക്കി കൊടുക്കുക. 1 കപ്പ് വെള്ളത്തെ 1/4 കപ്പ് പഞ്ചസാര ഇട്ടിട്ടാണ് ഞാൻ ഷുഗർ സിറപ്പ് തയ്യാറാക്കിയിട്ടുണ്ട്.
നമുക്ക് ക്രീം വെച്ചിട്ട് അത്യാവശ്യം കട്ടിയിൽ തന്നെ ക്രീം സ്പ്രെഡ് ചെയ്ത് കൊടുക്കാൻ നോക്കാം. ഈ സെക്കൻഡ് ലെയർ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇതുപോലെ തന്നെ ഷുഗർ സിറപ്പ് വെച്ചിട്ട് നല്ലോണം വെറ്റാക്കി കൊടുക്കുക. ഈ ചോക്ലേറ്റിൻ്റെ ആ ക്രീമും കൂടി ഇതിൻ്റെ മുകളിലായിട്ട് നല്ലോണം ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അത്യാവശ്യം കട്ടി വേണമെന്ന് പറഞ്ഞാൽ കട്ട് ചെയ്യുന്ന സമയത്ത് കാണാൻ നല്ല ഒരു ഭംഗിയുണ്ടാവും. അതുപോലെ കഴിക്കുമ്പോഴും ആ ഒരു ക്രീമും കേക്കും കൂടെ കഴിക്കുമ്പോഴായിരിക്കുമല്ലോ ടേസ്റ്റ്. വാനില സ്പോഞ്ചും കൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. ഇതുപോലെ തന്നെ ഷുഗർ സിറപ്പ് വെച്ചിട്ട് വെറ്റാക്കുക, ക്രീം സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ എല്ലാം ഞാൻ ഇതുപോലെ ചെയ്ത് പുറമൊക്കെ ഞാൻ കേക്കിൻ്റെ പുറവശമൊക്കെ ഞാൻ ക്രീം വെച്ചിട്ട് നല്ലോണം സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കുക സ്ക്രാപ്പർ വെച്ചിട്ട്. അതിനുശേഷം ഇത് ഫ്രിഡ്ജിലോട്ടൊരു 10 മിനിറ്റ് ഒന്ന് സെറ്റ് ആവാനായിട്ട് മാറ്റി വെക്കുക. ആ സമയത്ത് നമുക്ക് നമ്മുടെ വൈറ്റ് ചോക്ലേറ്റ് ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കണം. അതിനായിട്ട് ഞാനൊരു പാത്രത്തിൽ തിളച്ച വെള്ളം ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മേളിലാണ് ഞാൻ ഈ ഒരു ബൗൾ ഞാൻ വെച്ച് കൊടുത്തിട്ടുള്ളത്. ഇതൊന്ന് മെൽറ്റായതിന് ശേഷം ഇതിലേക്ക് 1/4 കപ്പ് ഫ്രഷ് ക്രീം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ 1 ടേബിൾ സ്പൂൺ ബട്ടർ. ഇതെല്ലാം കൂടി നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. നമ്മുടെ വൈറ്റ് ചോക്ലേറ്റ് ഗനാഷ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ഒരു 5 മിനിറ്റ് ഫ്രിഡ്ജിലോട്ടൊന്ന് മാറ്റി വെക്കുക തണുക്കാനായിട്ട്. തണുത്തതിന് ശേഷം മാത്രം നമ്മൾ കേക്കിലോട്ട് വെക്കാൻ പാടുള്ളൂ. കേക്കൊക്കെ ഫ്രിഡ്ജിൽ നിന്നും പുറത്തെടുത്തിട്ടുണ്ട്. നമ്മുടെ ഗനാഷ് ഇതിന് മുകളിലായിട്ട് നല്ലോണം ഒന്ന് ഒഴിച്ച് കൊടുക്കുക. എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ വേണം ഒഴിക്കാൻ. പിന്നെ ഞാൻ ഡാർക്ക് ചോക്ലേറ്റ് ഞാൻ മെൽറ്റാക്കി എടുത്തിരുന്നു. അത് വെച്ചിട്ടാണ് ഇതിൻ്റെ മുകളിൽ ഞാൻ ഡെക്കറേറ്റ് ചെയ്യുന്നത്. ഇഷ്ടമുള്ള രീതിയിൽ നമുക്ക് ഡിസൈൻ ചെയ്യാം ചോക്ലേറ്റ് വെച്ചിട്ട്. കൈ വെച്ചിട്ട് തന്നെ ഡിസൈൻ കൊടുക്കാം. ഡിസൈനൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചൊക്കെ ചെയ്യാം കേട്ടോ. ഇതിന് മുകളിലായിട്ട് ഞാൻ ചോക്ലേറ്റും കൂടി ഞാൻ വെച്ച് കൊടുക്കുന്നുണ്ട്. നമ്മുടെ വാൻചോ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എന്തായാലും കട്ട് ചെയ്യാം. നല്ല സോഫ്റ്റ് അതുപോലെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കേക്കാട്ടോ ഇത്. ചോക്ലേറ്റിൻ്റെ ആ ഒരു ഫ്ലേവറും അതുപോലെ വൈറ്റ് ചോക്ലേറ്റും ഡാർക്ക് ചോക്ലേറ്റും കൂടെയാണ് ഇത് വരുന്നത്. നല്ലൊരു ടേസ്റ്റാണ് ഈ ഒരു കേക്ക്. എല്ലാവരും ഇതൊന്നും ഉണ്ടാക്കി നോക്കുക. കാണാനും ഭംഗിയാണ് കട്ട് ചെയ്യുന്ന സമയത്തൊക്കെ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഈ ഒരു കേക്ക്. എപ്പോഴും കേക്ക് ഉണ്ടാക്കി അന്ന് തന്നെ നിങ്ങൾ കേക്ക് ഒരിക്കലും കഴിക്കരുത്. അപ്പോൾ അത്ര ടേസ്റ്റ് കിട്ടില്ല. കേക്ക് ഉണ്ടാക്കി പിറ്റേ ദിവസം വേണം കേക്ക്
കഴിക്കാനായിട്ട്. അപ്പോൾ ഇതെല്ലാവരും ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.